ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ ഈശോയെ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ ആലയത്തിൽ നിന്റെ ശക്തി ഈ സമയം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ദൈവപിതാവേ, ആരാധന, ദൈവപിതാവേ, മഹത്വം, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളിൽ പലർക്കുമുള്ളത് പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെയാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ധ്യാനങ്ങൾ എല്ലാം തന്നെ മനുഷ്യനെ അതാത് കാലത്ത് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി അവനെ എക്വിപ്പ് ചെയ്യുന്നതാണ്. അതിന് ദൈവം തന്നെ നമുക്ക് സന്ദേശം തരണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനെ കർത്താവ് ഈ ശുശ്രൂഷയെ പൂർണ്ണമായി ഏറ്റെടുക്കും. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിലാണ് നിൽക്കുന്നുവെന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ധൈര്യം. കാര്യം, ഈ ഉടമ്പടിയെല്ലാം പുതിയ കാര്യങ്ങളാണ്. ഓരോ ദിവസവും ദൈവാനുഭവത്തിൻ്റെ പുതിയ പാഠങ്ങൾ, അധ്യായങ്ങൾ മനുഷ്യരെ പറയുമ്പോൾ നമ്മൾ കണ്ണു നിറഞ്ഞു പോകും. ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗങ്ങളെല്ലാം കൂടി, മീറ്റിംഗ് കൂടി, നമുക്ക് ഉടമ്പടി പോലൊരു സംഭവം ചെയ്യണം, ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയിപ്പിക്കണം, അത് യൂട്യൂബിൽ ഇങ്ങനെ അപ്പ് ചെയ്യണം. ദൈവം സാക്ഷിയായിട്ട് ഇന്ന് വരെ ഇവിടുത്തെ ഒരു ആധ്യാത്മിക കാര്യങ്ങൾക്കും ഞങ്ങൾ ബുദ്ധിപരമായ മീറ്റിങ്ങുകൾ കൂടുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിരന്തരമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സത്യസന്ധമായി നിൽക്കും. ആവുന്നത്രോളം കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നോക്കുകയും മറ്റുള്ളവർ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന് ഞങ്ങളോട് തോന്നിയ ഈ ശുശ്രൂഷ വേദിയോടും അതിൻ്റെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടും തോന്നിയിട്ടുള്ള
ഒരു കരുണയാണ് കൃപാസനം എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്ത് മുഴുവൻ മനുഷ്യർ അഭയം പ്രാപിക്കുന്ന ഇടമെന്ന് പറയണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ അകത്തൊരു ഗിമിക്സുകളോ അല്ലെങ്കിൽ പൊടിക്കൈകളോ ഒന്നും സാധ്യമല്ല. അതെല്ലാം പറ്റിപ്പ് പരിപാടികളാണ്. ദൈവത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അഭ്യാസം കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനൊക്കെ വേറെ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളല്ല. ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ദൈവരാജ്യം എപ്പോഴും വരണ ശക്തിയിലായിരിക്കും, അത് അടയാളങ്ങളിലൂടെ ആയിരിക്കും. നിങ്ങളിന്ന് കൃപാസനത്തിൽ അനുദിനം പറഞ്ഞു കൂട്ടുന്ന എല്ലാം നമ്മളിൽ പ്രവർത്തിക്കുന്ന, നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൈവാധിപത്യത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൈവാധിപത്യം ഒരു വിഷയം. ഇപ്പം നമ്മൾ ദൈവാധീനം എന്ന് പറയണത് പ്രോവിഡൻസാണ്. പ്രോവിഡൻസ് ഒരു കിൻഡർ ഗാർട്ടൻ ഏർപ്പാടാണ്. ദൈവപരിപാലനം എന്നൊക്കെ പറയും. അതിൻ്റെ മച്ചുറായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ദൈവാധികാരമാണ്. ദൈവാധീനമല്ല, ദൈവാധികാരം. ഒരു വ്യക്തി ക്രമേണ ദൈവാധികാരത്തിൻ്റെ കീഴിലാകും. അപ്പോൾ ദൈവരാജ്യമാകും. അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പം ദൈവരാജ്യം എന്ന് പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തി, ദ കിങ്ഡം ഓഫ് ഗോഡ് വേർ ഗോഡ് റെയിൻസ്. എവിടെയാണ് ദൈവത്തിന് അധികാരമുള്ളത്? ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള പ്രഘോഷകരുടെ ലക്ഷ്യം എന്താണ്? ജനതയെ ദൈവാധികാരത്തിൽ അടിസ്ഥാനപ്പെടുത്തുക. അപ്പം ഞങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥന എന്തായിരിക്കും? കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനോ വേണ്ട വിധം പ്രവർത്തിക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജനങ്ങളെ ദൈവാധിപത്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ വസ്തു വിറ്റ് മാറണമേ, നിങ്ങളുടെ മക്കളെ കെട്ടിക്കണമേ, നിങ്ങൾക്ക് വിസ പുതുക്കി കിട്ടണമേ. ഇങ്ങനെയൊന്നും കാറിക്കൂയൊന്നും ഞങ്ങളാരും പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥന ഇടയ്ക്ക് വല്ലതും പറയുമെന്നേ ഉള്ളത്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം എന്താണ്? ജനങ്ങളെ ദൈവാധിപത്യത്തിൽ കൊണ്ടുവരണമേ. ജനങ്ങളെ ദൈവാധിപത്യത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മുതലായിട്ട് മാറും. അതാണ് വിഷയം. ദൈവത്തിൻ്റെ മുതലിന് സാത്താൻ തൊടത്തില്ല. അതാണ് എൻ്റെ വിജയമെന്ന് പറയണത്. ദൈവത്തിൻ്റെ ഉരുപ്പടി, ദൈവത്തിൻ്റെ അവകാശത്തെ സാത്താൻ തൊടത്തില്ല. മറിച്ച് പുറമ്പോക്ക് പൊതുമുതലിനെയാണ് ഇങ്ങനെയുള്ളത് വേറെ ആക്രമിക്കുന്നത്. നിങ്ങളെ പ്രലോഭനങ്ങളാൽ ആക്രമിക്കപ്പെടുന്നുവെന്ന് കണ്ടാൽ നിങ്ങൾ ദൈവാധിപത്യത്തിലല്ലെന്നും നിങ്ങൾ പുറമ്പോക്ക് മുതലാണെന്നും ആർക്കെങ്കിലും നിങ്ങളെ ആക്രമിക്കാവുന്നതാണ് എൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് നിങ്ങൾ സുരക്ഷിതരല്ലെന്ന്, നിങ്ങൾ അരക്ഷിതരാണെന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മുതലാക്കി മാറ്റണം. അപ്പോൾ തുരുമ്പും കീടങ്ങളും ഒന്നും നശിപ്പിക്കാത്ത, സാത്താൻ ആക്രമിക്കാത്ത, ദൈവപരിപാലനം നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും എന്ന് വചനം പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ വചന ശുശ്രൂഷയിലൂടെയും ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്വന്തമാകാനുള്ള വിളി, തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ത്വര ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. നെഞ്ചിൽ കടികാരവുമേറി ഈ പരിശുദ്ധവും പരിപാവനവുമായ ഈ പുണ്യ അൾത്താരയിൽ പ്രത്യക്ഷയായ പരിശുദ്ധ ജീവനോട് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായ നന്ദിയും
അമ്മയോടുള്ള തിരുക്കുമാരോട് കടപ്പാടും രേഖപ്പെടുത്തുവാൻ എന്നെ ഈ വേദിയിൽ, ഈ പരിശുദ്ധമായ ഈ വേദിയിൽ എന്നെ സാക്ഷിയാക്കിയതിന് നന്ദി പറയാനുമുള്ള ഒരവസരമായി ഞാനിതിന് കരുതുകയാണ്. എൻ്റെ പേര് ബിജു LT. ഞാൻ കുണ്ട്ര കുമ്പളം സെൻറ്റ് മൈക്കിൾ ഇടവക ദേവാലയത്തിൽ നിന്ന് വരുന്നു. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഉടനടി പരിഹാരം നൽകുന്ന ഉടമ്പടി എന്നൊരു സമ്പ്രദായം നടക്കുന്ന കൃപാസനം എന്നൊരു സ്ഥലം. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഞാൻ 15/10/2022 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ചിട്ട് ഒരു കവനൻ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റും കവനൻ്റ് തമ്മിലുള്ള വ്യത്യാസം എന്തുവാണെന്നൊന്നും ഞാൻ കൃത്യമായിട്ടൊന്നും പഠിച്ചിട്ടല്ല ഇവിടെ വന്നത്. ഞാൻ വന്ന് ഒരു ഉടമ്പടി എടുത്തു. ഉടനടി പരിഹാരം കിട്ടുമെങ്കിൽ കിട്ടട്ടെ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ഞാൻ വളരെ ഉളപ്പി ഞാൻ പോയി. കൃത്യമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പോലും ഞാൻ ചെല്ലാതിരുന്നു. കാരണം ഞാൻ അന്ന് എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളായിട്ടൊന്നുമില്ലായിരുന്നു. ചുമ്മാ ഒന്ന് വന്നു പോയി. പക്ഷേ അമ്മ എൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഞാൻ പിന്നീടത് മനസ്സിലാക്കി. ഞാൻ ഉടമ്പടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുമൊക്കെ ഞാൻ ജോലി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ 1-2 ഇൻസിഡൻറ്റ് എൻ്റെ അമ്മയിലേക്ക് വളരെയധികം അടുപ്പിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ച് അമ്മയുടെ മുമ്പിൽ വരുന്നത് എനിക്ക് ഒരു സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പ് ഷെഡ് ഉൾക്കാടുകളിലാണ്. അവിടെ ഷെഡിൽ ഇൻസ്പെക്ഷന് വേണ്ടി പോയ സമയത്ത് അവിടെ ആനകൾ കയറാതിരിക്കാൻ വേണ്ടി ആനത്താരകൾ അഥവാ എലഫൻ്റ് ട്രഞ്ചുകൾ നിർമ്മിച്ചിരിക്കും. നമുക്ക് ക്വാർട്ടേഴ്സിൽ കിടക്കുമ്പോൾ ആനകൾ വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എലഫൻ്റ് ട്രഞ്ച് തയ്യാറാക്കിയിരിക്കും. ആ എലഫൻ്റ് ട്രഞ്ചിലൂടെ നമുക്ക് കടന്നു പോകാൻ വേണ്ടി പാഴ്ത്തടികളിട്ടാണ് നമ്മൾ ക്രോസ് ഇട്ടിരുന്നത്. ആനകൾ കയറിയ വലിയ ബലമുള്ള തടികളിട്ടാൽ ആനകൾ കയറും. അതുകൊണ്ട് പാഴ്ത്തടികളിട്ടാണ് നമ്മൾ ക്രോസിന് ഇട്ടിരിക്കുന്നത്. ആ തടിയിൽ ചവിട്ടി ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ വേണ്ടി, ക്യാമ്പ് ഷെഡിലേക്ക് പോകാൻ വേണ്ടി ചെന്നപ്പോൾ ആ തടി നടുക്ക് വെച്ച് ഒടിഞ്ഞ് ഞാൻ ആനത്താരയിൽ ആ കല്ലും പുറത്ത് 10 അടി താഴ്ചയിൽ എൻ്റെ ചെവി ഇടിച്ച് മറിഞ്ഞു വീണു. ചെവിയുടെ ഇത്രയും ഭാഗം എനിക്ക് ഊതി അടച്ചതുപോലെ തോന്നി. എന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളെല്ലാം കൂടി എന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തമിഴ്നാടിൻ്റെ ബോർഡറിലുള്ള ഭാഗമായ അച്ചൻകോവിൽ ഡിവിഷനിലായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇയർ ഡ്രം പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ENT കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഡോക്ടർ റെഫർ ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ ദേഹം മൊത്തം വേദനയായിരുന്നു, ചെവിക്കുമെല്ലാം വേദനയുണ്ട്. അങ്ങനെ എൻ്റെ ഓഫീസർ എൻ്റെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു. അദ്ദേഹം വന്ന് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി. ഞാൻ ENT പോയി കണ്ടു. ENT പറഞ്ഞു, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചെവിക്ക് ഒരു 0.2 ഡെസിബിൾ കേൾവി ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും സുഖമാകണമെങ്കിൽ 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. എന്നാൽ ഈ ചെവിക്ക് പൊടിയോ വെള്ളമോ വല്ലതും തട്ടിയാൽ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ ഓപ്പറേഷൻ ചെയ്താലും നിങ്ങളുടെ കേൾവി ശക്തി പഴയ അവസ്ഥയിലേക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് അമ്മ എന്നെ പിന്തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മയുടെ ഈ സന്നിധിയിലേക്ക് അമ്മ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ആ ഇൻസിഡൻ്റ് ഉണ്ടായതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ ഡോക്ടർ പൂർവ്വസ്ഥിതിയിലേക്ക് നിങ്ങളുടെ അസുഖം എത്തത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടന്നാൽ പോലും പഴയ അവസ്ഥയിലേക്ക് നിങ്ങളുടെ കേൾവി ശക്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു,
ആലപ്പുഴ വേറൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറുടെ അടുത്ത് ഞാൻ പൊക്കോളാം. അവിടെ ഓപ്പറേഷൻ കൂടാതെ ഇത് സുഖമാക്കുന്ന ഒരു ഡോക്ടറിനെ എനിക്കറിയാം. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പറഞ്ഞ് യാത്രയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ ചെവിയിൽ ഒരു ഇയർ ക്യാപ്പ് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ കൃപാസനത്തിലെത്തി. ഞാൻ മാതാവിൻ്റെ നടയിൽ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ, പണി തന്നതാണല്ലേ? അമ്മയ്ക്ക് എന്നെ കാണാൻ വേണ്ടി തന്നെയല്ല, ഞാൻ എന്നെ വരുത്താൻ വേണ്ടി പണി തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു പരിഭവം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അകത്ത് കയറി വന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ ഇരുന്ന് കുറേ നേരം അമ്മയെ നോക്കിയിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിക്ക് ശേഷം ഈ 3 മാസം എനിക്ക് പൂർണ്ണമായ വിശ്രമം കിട്ടി. എൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. എങ്കിലും എൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് സുഖമായിട്ട് വന്നാൽ മതി എന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അവസാനം 3 മാസത്തെ റെസ്റ്റിന് ശേഷം ഞാൻ ഇവിടുത്തെ തൈലങ്ങളും മറ്റും ഉപയോഗിച്ച് എൻ്റെ ചെവികളിൽ തൊടുകയും അതിടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് വിശ്വാസത്തോട് തന്നെയാണ് പിന്നീട് ചെയ്തത്. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മ മാതാവിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ചെവിക്ക് അതേ പഴയ അവസ്ഥയിലേക്ക് എൻ്റെ കേൾവിശക്തി തിരിച്ചു കിട്ടിയായി ഡോക്ടർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി രണ്ടാമത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ അച്ചൻകോവിൽ ഡിവിഷനിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സതേൺ സർക്കിളിൽ അതുകൂടാതെ തന്നെ നമ്മുടെ സതേൺ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ഇക്കോ ടൂറിസത്തിൽ അസിസ്റ്റൻറ്റ് ഇക്കോ ടൂറിസം ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അത് കുംഭാവരട്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അവിടെ കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാടിൻ്റെ ബോർഡറാണ്. കോട്ടവാസൽ എന്ന് പറയുന്ന തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലമാണ്. മണലാർ കുംഭാവരട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ ഇക്കോ ടൂറിസം മാപ്പിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ അതിൻ്റെ സീസണിലൊക്കെ തന്നെ ഒരു ദിവസം 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇക്കോ ടൂറിസം പോയിൻ്റാണ്. ഏകദേശം 5000-ഓളം ഒക്കെ ആൾക്കാർ സീസണിൽ വരുന്ന സ്ഥലമാണ്. അവിടെ ജോലി ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ടൂറിസ്റ്റുകൾ വരുന്നതും പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളവരുടെ ചോദിക്കും, എങ്ങനെയുണ്ട്, ഹൗ ഈസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ரொம்ப നന്നായിരിക്കും സാർ, ரொம்ப നന്നായിരിക്കും, വി ആർ ഓൾ ഹാപ്പി എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഒരു ദിവസം ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലിരിക്കെ വയർലെസ്സിൽ ഒരു മെസ്സേജ് വന്നു. കുംഭാവട്ടി വെള്ളച്ചാട്ടത്തിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി, കുറേ പേരെ കാണുന്നില്ല, കുറേ പേര് മരിച്ചു, കുറേ പേര് ഒഴുക്കിക്കൊണ്ടുപോയി എന്നുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ, ഇങ്ങനെയുള്ളൊരു മെസ്സേജ് പെട്ടെന്ന് വയർലെസ്സിൽ വന്നു. ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ഡ്യൂട്ടി എൻ്റെ വയർലെസ്സും എടുത്ത്, ഞാൻ യൂണിഫോമിലായിരുന്നു, ഞാൻ പെട്ടെന്ന് ഓടി ഈ ടൂറിസം പോയിൻറ്റിലേക്ക് പോകുവാണ്. കാരണം എനിക്ക് ചാർജുള്ള സ്ഥലമാണ്, എൻ്റെ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെ ഇക്കോ ടൂറിസം ഗൈഡുകൾ അവിടെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ വളരെ അത്രയും നാൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അവിടെ സ്ത്രീജനങ്ങളും കുട്ടികളുമെല്ലാം വാവിട്ട് കരയുന്നു. ഞാൻ ഓടി വരുന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സാർ കാപ്പാത്തുങ്കോ സാർ, പുള്ളയും അവർ കണവന്മാരും എല്ലാം വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിപ്പോയി സാർ, കാപ്പാത്തുങ്കോ സാർ, കാപ്പാത്തുങ്കോ സാർ എന്ന് പറഞ്ഞ് അവർ അലമുറയിട്ട് കരയുന്ന ഒരു അനുഭവം. ഞാൻ വേറൊന്നും ആലോചിച്ചിട്ടില്ല. എനിക്ക് ആകെയുള്ള എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും എന്ന് പറയുന്നത്, ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഒരാളാണ് എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതിലുപരി എനിക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നത്, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയാൻ, എനിക്ക് നീന്തലറിയാം. ആ ഒരു കോൺഫിഡൻസും കൂടെ വെച്ച് ഞാൻ ഈ യൂണിഫോം ഇട്ട് ഞാൻ എൻ്റെ വയർലെസ് ഒരു കൂടുതൽ സ്റ്റാഫിനെ കൊടുത്തു. ഞാൻ ഷൂ ഊരിയിട്ടിട്ട് ഞാൻ യൂണിഫോമിൽ ഇക്കോ ടൂറിസത്തിലേക്ക് ഇറങ്ങുവാണ്. അവിടെ ടൂറിസം അവിടെ കാണാൻ പറ്റത്തില്ല, ശക്തമായ വെള്ളം വന്ന് വീഴുവാണ്. മലയിൽ നിന്ന് വെള്ളവും മണലും ഇതെല്ലാം വീഴുന്ന സ്ഥലമാണ്. എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എനിക്ക് സ്വയം അറിയാമെങ്കിൽ പോലും എനിക്ക് ചാർജുള്ളൊരു സ്ഥലമായതുകൊണ്ടും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ കടപ്പാട് കൊണ്ടും ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒത്തിരി പേര് വന്ന് തടഞ്ഞു. കൂടുതലുള്ള സ്റ്റാഫുകളും മറ്റേൻ്റെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, സാർ ഇറങ്ങല്, അപകടമാണ് സാർ, മരണം വരെ സംഭവിക്കും സാർ, ഇറങ്ങരുത് എന്നിട്ട് പറഞ്ഞു. പക്ഷേ
എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായി. ഞാൻ ഇറങ്ങി. ഞാൻ യൂണിഫോം ഇട്ട് എൻ്റെ ഷർട്ട് ഇട്ടിട്ട് എനിക്ക് നീന്താൻ പറ്റാൻ ഞാൻ ഷർട്ട് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും ഈ അകത്തേക്ക് പോകുമ്പോൾ ഒരു 30 മീറ്റർ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. 16ഓളം പേര് അകത്ത് തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം കുറേ പേര് രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അവിടുത്തെ ടൂറിസം ഗൈഡുമാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അപ്പം 10-16ഓളം പേരെല്ലാം നിരന്ന് ഇങ്ങനെയൊക്കെയാണ്. അതിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുണ്ട്, ഒരു കുഞ്ഞുൾപ്പെടെയുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഭീകരമായ വെള്ളം എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല, കണ്ടു കഴിഞ്ഞാൽ പേടി വരും. അപ്പോൾ ഞാൻ അവരെ മാറാപ്പിൽ കെട്ടി, അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടായിരുന്ന അയാളുടെ മുണ്ടിനകത്തിൽ മാറാപ്പിൽ കുഞ്ഞിനെ കെട്ടി ഇപ്പുറത്ത് കൊണ്ടെത്തിച്ചു. അയാൾ ഒരു വടത്തിൽ പിടിച്ച്, അദ്ദേഹത്തിന് നീന്തറിയത്തില്ല, ഞാനൊരു കുഞ്ഞിനെ ഇദ്ദേഹത്തിനും കൂടെ പിടിച്ച് വടത്തിൽ കൊണ്ടെത്തിച്ചു. അത് ആരോ യൂട്യൂബിലെടുത്തിട്ടു. ആ യൂട്യൂബിൽ ഒരു വീഡിയോ മീഡിയക്കാർക്ക് കിട്ടി. മീഡിയയിൽ അന്നത്തെ ദിവസത്തെ വാർത്ത ഇത് മൊത്തം വന്നിരുന്നു. കുമ്പവട്ടി മണൽ വെള്ളച്ചാട്ടത്തിൽ മലവെള്ളപ്പാച്ചിൽ ഒത്തിരി പേർ കുടുങ്ങിപ്പോയി. ഒരാൾ മരിച്ചു, 2 പേര് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, കുറേ പേരെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ്. അവിടെ മൊബൈൽസ് ഒന്നും കിട്ടാത്തൊരു സ്ഥലവും കൂടിയായിരുന്നു. അപ്പോൾ ഈ വാർത്ത പത്രത്തിലും മീഡിയകളിലൊക്കെ വളരെ വൈറലായിട്ട് വന്നു. എല്ലാ മീഡിയയിലും എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ഈ വാർത്ത വന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം എനിക്ക് വെള്ളത്തിൻ്റെ പായ്ച്ചിൽ വീണ്ടും കൂടിക്കൂടി വരികയാണ്. ഞാൻ അവസാനമായിട്ട് അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങളിൽ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തുന്നിടം വരെയും ഒരു 2.5 മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഞാൻ അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ സ്ത്രീകൾ, ജനങ്ങൾ, പോയവർ, അവരെ കുട്ടികളെയും അവരെ ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടിയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ താൻ കടവുൾ സാർ, നീ താൻ കടവുൾ. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. അതിനുശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സംഭവങ്ങൾ വിലയിരുത്തിയിട്ട് എനിക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിന് വേണ്ടി ഉള്ള നോമിനേഷന് എൻ്റെ പേപ്പർ അയച്ചു. അവിടെയും അന്നേരം ആ സമയങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ 2022 ഈ സംഭവം ഉണ്ടാകുന്നു. 2023 എൻ്റെ പേപ്പർ കൊടുക്കുന്നു. അപ്പോൾ 2023 പേപ്പർ കൊടുത്തപ്പോൾ അതിൻ്റെ ടൈമിൽ കൃത്യമായ സമയത്ത് എത്താത്തത് കൊണ്ട് അവിടുന്ന് ആ വർഷം നടന്നില്ല. അടുത്ത വർഷമായപ്പോൾ നമ്മുടെ ഓഫീസർമാർ പറഞ്ഞു, അത് ബിജുവിന് അർഹതയുള്ളതാണെങ്കിൽ അത് ബിജുവിനെ തേടി വരും, അതുകൊണ്ട് ഈ വർഷം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കൊടുത്തു. അപ്പോൾ എനിക്കെതിരെ കുറച്ച് പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ, വ്യാജ പരാതികൾ, പേരില്ലാത്ത പരാതികളും മറ്റുമൊക്കെ കൊടുത്തു. അതിന് അന്വേഷണം വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അവസാന തീരുമാനം എടുക്കുന്ന ദിവസം വലിയ ഓഫീസേഴ്സ്, ഹയർ ഓഫീസേഴ്സ്, IFS ഓഫീസേഴ്സിൻ്റെ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൽ ഫൈനൽ തീരുമാനം എടുക്കുന്ന ദിവസം അന്ന് ഞാൻ ലീവിനുണ്ടായിരുന്നു. ഞാൻ അന്നേരം കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഒരു കസേരയിലിരുന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, മാതാവേ, ഇഫ് ഐ ഡിസേർവ് ഇറ്റ് യു ഷുഡ് ഗീവ് മീ, ഇഫ് നോട്ട് ലീവ് ഇറ്റ്, ഐ വിൽ നെവർ കം ടു ആസ്ക് യു. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാനന്ന് ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ എന്നെ ബ്ലെസ് ചെയ്തു. ഞാൻ വെളിയിലിറങ്ങി. ഉടമ്പടിയെല്ലാം ഇത് പുതുക്കി, ഇതെല്ലാം ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാനിവിടുന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാനായിട്ട് നിൽക്കുമായിരുന്നു, വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നു, എൻ്റെ പേര് ഏറ്റവും മുമ്പിൽ സെലക്ഷനായിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യൂണിഫോം ഇട്ട ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനിവിടെ വെച്ച് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് പറഞ്ഞത് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനു മുമ്പിൽ അമ്മ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞാൻ ഈ 2025 4/1/2025 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരളത്തിലുള്ള 51 പേർക്ക് 2 വർഷത്തെ 23-24 വർഷത്തെ സേവനത്തിന് കൊടുത്ത 51 പേരുടെ വിശിഷ്ട സേവനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടുവാൻ അമ്മ എന്നെ സഹായിച്ചു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പോലും എനിക്കുണ്ടായ ഒരു അനുഭവം, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് അമ്മ എന്നെ അപ്രാപ്യമായ പാറയിലേക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവാർഡാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള അവാർഡ്.
അതുവരെ അമ്മ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ നേടിത്തന്നു എന്നുള്ളൊരു സാക്ഷ്യം ഇവിടെ നിങ്ങളോട് പ്രത്യേകമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നടന്ന ഈ 2 സംഭവങ്ങളും. കൂടാതെ ഞാൻ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ 10-20 വർഷമായിട്ട് നമ്മൾ കമ്പനിയിലൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് മദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എനിക്ക് മാതാവിലേക്ക് അമിത വിശ്വാസമായപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം പാടെ ഉപേക്ഷിച്ചു. അതിന് മാതാവ് എനിക്ക് ശക്തി. ഞാനിപ്പോൾ 4 വർഷമായി മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ എൻ്റെ മകൾക്ക് +1 എൻ്റെ മകൾക്ക് SSLCക്ക് സമയമായപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല മാർക്കോടുകൂടി നല്ല റിസൾട്ട് തരണമേ നമ്മുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിന് മകൾക്ക് SSLCക്ക് ഫുൾ A+ മാർക്ക് കിട്ടി. ഇന്ന് മകളിൽ നിന്ന് കൂടെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനും എനിക്കിനി മാതാവ് നേരിട്ടും അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിന് അടുത്ത ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് വീണ്ടും ബാക്കി പറയാം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലേക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് വന്നെത്തിച്ചേരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്താത്ത രീതിയിൽ ഞാൻ ഈ വണ്ടിയിൽ അവർക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അവർക്ക് പൈസ കൊടുത്തിടും. ഒരാൾക്ക് 700 രൂപ വെച്ചിട്ടാണ് ഉള്ള ഫുൾ ചിലവ്. അപ്പോൾ വണ്ടിക്കൂലിയും ഇവിടെ വരെ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും കൂടെ ഞാൻ പൈസ കൊടുത്തു വിടും. പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അച്ഛൻ നേരത്തെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ ഈ പൊതുവേദികളിൽ 10 പേര് കൂടുന്നിടത്താണ് ഈ പത്രം കൊടുക്കേണ്ടത്. അല്ലെ ദൈവത്തിന് പ്രകീർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ 10 പേരല്ല, 100 അല്ല, 1000 പേര് നിൽക്കുന്ന വേദികളിൽ പോലും ഞാൻ കൊണ്ട് കൊടുക്കും. എനിക്ക് പേടിയൊന്നുമില്ല. കാരണം നമ്മൾ ദൈവത്തെ എത്രത്തോളം അറിയുന്നു, എത്രത്തോളം സ്നേഹിക്കുന്നു, അത്രയും നമുക്ക് ദൈവത്തെ ഉയർത്താൻ നമ്മൾ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പ്രത്യേക സ്പർശനവും സ്നേഹവും ദൈവത്തിൻ്റെ സാമീപ്യവും അമ്മയുടെ സാമീപ്യവും എല്ലാം അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവിടെ ഒരു അഗതി മന്ദിരമുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി അവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അവർക്കും ഞാൻ എന്നെകളൊക്കെ ഒന്ന് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഡെയിലി ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് അടുത്ത് പള്ളിയൊന്നുമില്ല. അപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവും. അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജപമാലകൾ ചൊല്ലും. അത് ഒരു ജപമാലയോ 2ഓ 3ഓ എനിക്കൊക്കുന്നത്രയും രീതി ചെല്ലും. അതുപോലെ ബൈബിൾ വായന എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ ഡ്യൂട്ടി സമയത്തിൻ്റെ ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ വായിക്കും. അതുപോലെ എൻ്റെ കൂട്ടുകാർക്കും അങ്ങനെയുള്ളവർക്കും ഈ ആത്മീയമായ കാര്യങ്ങൾ ഇവിടുത്തെ നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് മാതാവ് എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും. ഒരിക്കൽ കൂടി അമ്മയ്ക്കും മാതാവിനും ഈ പരിശുദ്ധവും പരിപാവനമായ വേദിയിൽ എന്നെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ സാക്ഷ്യമാക്കുവാൻ അമ്മ തിരഞ്ഞെടുത്തതിന് ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തും.